വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ ചേർത്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. ചെമ്മീൻ സേമിയ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്തിട്ട് തയ്യാറാക്കാം, എഗ്ഗ് വെച്ചിട്ട് തയ്യാറാക്കാം, ബീഫ് വെച്ചിട്ട് തയ്യാറാക്കാം. വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് വെച്ചിട്ടോ പനീർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ സേമിയ ബിരിയാണി തയ്യാറാക്കേണ്ടത്. ആദ്യം നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ കുറേ അധികം തന്നെ വെള്ളം എടുത്തോളൂ. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴും അതേപോലെ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്തോളൂ. വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ സേമിയയിൽ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ, എന്നാലേ ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് ആണ്. റോസ്റ്റഡ് അല്ലെങ്കിൽ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ റെഡി ആയിട്ടുണ്ട്. ഓവർ കുക്ക് ആവണ്ട. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. തൊട്ട് നോക്കുമ്പോഴും കാണുമ്പോഴൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് സേമിയ അരിച്ചെടുക്കാം. സേമിയ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടോടെയുള്ള സേമിയയിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ അധികം, നമ്മുടെ സേമിയ മുങ്ങുന്ന തരത്തിൽ കുറേ അധികം തന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ വെള്ളത്തിൽ നിന്നും സേമിയ ഊറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സേമിയ പറ്റിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെയാണ് ഇത് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ 1 ബേ ലീഫ്, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 കാഷ്നട്ടും കിസ്മിസും. കാഷ്നട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പം ഞാൻ കിസ്മിസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത്. സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 പച്ചമുളക് എടുത്തത് കൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ചത്. അപ്പോൾ പച്ചമുളക് ഒഴിവാക്കുന്നതാണെങ്കിൽ കുറച്ചധികം തന്നെ മുളക് പൊടി എടുക്കാം. അപ്പോൾ അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. തക്കാളി ഇവിടെ വെന്ത് തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ചെമ്മീനാണ്. ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട്. അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഈ സമയം തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വിതറി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മല്ലിയില ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് ബിരിയാണിയിൽ മല്ലിയില ചേർക്കുമ്പോൾ. ഇനി ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഈ ബിരിയാണിയിൽ നെയ്യ് ചേർത്തിട്ടില്ല. നമ്മൾ സേമിയ വേവിക്കുമ്പോൾ ഓയിലിന് പകരം ഗീയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയം നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1-2 മിനിറ്റ് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ചിക്കൻ വെച്ചിട്ടോ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റി ബിരിയാണിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക്